ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളൊന്ന് ഒട്ടും പ്ലാൻ ചെയ്ത് ഞങ്ങളിപ്പോൾ കൊടൈക്കനാലിൽ എത്തിയിരിക്കണം ഗൈസ്. ഇവിടുന്ന് ഒട്ടും പ്ലാനില്ലാതെ ഞങ്ങൾ പെട്ടെന്നൊരു സഡൻ പ്ലാനിൽ ഞങ്ങൾ മധുരയ്ക്ക് പോകണം ഗൈസ്. മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇനി നേരെ മധുരൈ. നമ്മൾ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ചോക്ലേറ്റ് മേടിച്ചു. കൊടൈക്കനാലിൽ വരെ വന്നിട്ട് ചോക്ലേറ്റ് മേടിക്കാതെ എങ്ങനെ തിരിച്ചു പോകും? അങ്ങനെ നമ്മൾ അടിവാരം എത്താനായിട്ടോ. അതായത് നമുക്ക് കൊടൈക്കനാലിൽ ടാറ്റാ ബൈ ബൈ പറയാനുള്ള ടൈമായിരുന്നു. വരുമ്പോൾ നമ്മളാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിവാരത്തെത്തിയത് നമ്മൾ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. നമ്മളങ്ങനെ കൊടൈക്കനാലിൽ അടിവാരത്തിരിക്കുകയാണ്. അപ്പോൾ താഴെ എത്തിയതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിൽ എത്തി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. എന്തായാലും ഇറങ്ങിയത് നല്ല സ്പോട്ട് നോക്കിയിട്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പിയായി. ഒരാളാണെങ്കിൽ പോകുമ്പോഴും വരുമ്പോഴും ഫുൾ ഛർദിയാണെങ്കിൽ ഇല്ലേ. എന്തായാലും പാർക്കിൽ കുറച്ച് നേരം ചില്ല് ചെയ്തപ്പോൾ നേരിട്ടും പിന്നെ അങ്ങോട്ട് കുറച്ച് ഓക്കെ ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ആൾക്ക് ഛർദിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗൈസ്, നമ്മൾ പിന്നെ മധുരയിൽ റീച്ച് ചെയ്ത് 0 ടൈമിലാണ് കേട്ടോ. കറക്റ്റ് 12:30 അമ്പലത്തിന്റെ ഗേറ്റ് ക്ലോസ് ചെയ്യും. നമ്മളവിടെ റീച്ച് ചെയ്യുമ്പോൾ ടൈം 12:15. ടാസ്ക് 10 മിനിറ്റ് അമ്പലം ക്ലോസ് ചെയ്യാൻ. മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിൾ 10 മിനിറ്റും 200 മീറ്ററും ടാസ്കാണ് ഗൈസ്. ഞങ്ങളവിടെ എത്തിയതും ഫുൾ ഓട്ടത്തിലായിരുന്നു. നമ്മൾ മോർണിംഗ് സഡൻ ആയിട്ട് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാമെന്ന്. ഗൈസ്, അങ്ങനെ നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ ഓട്ടോ ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 2 മിനിറ്റ് ആ ടൈമിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയാണ് ചെയ്തത്. പിന്നെ അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മളിവിടെ പോകുമ്പോൾ തന്നെ ഫോണെല്ലാം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ നമ്മൾ ദർശനം കാണാൻ പറ്റി കേട്ടോ. ദർശനം കാണാനും പറ്റി. അമ്പലത്തിൽ തന്നെ ഫുഡ് കഴിച്ചു, അന്നദാനം കഴിച്ചു. എന്നിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. നല്ല വെയിലുണ്ട് ഗൈസ്. ഇവിടെ നല്ല ചൂടാണ്. അത്യാവശ്യം ടയേർഡായി ഗൈസ്. മധുരൈ മീനാക്ഷി അമ്മൻ ടെമ്പിളിൽ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കും. അതിനകത്ത് എവിടെയും ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല ഗൈസ്. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പുറത്ത് തന്നെ വരണം. കൊച്ചുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറച്ച് ടാസ്ക്കാണ്. അവർക്ക് ടോയ്ലറ്റിലൊക്കെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ എല്ലാം അതിനുള്ള സെറ്റപ്പ് എല്ലാം ചെയ്തിട്ട് വേണം അകത്ത് കയറേണ്ടത്. ഞങ്ങൾ പുറത്ത് വന്നിരിക്കണം ഗൈസ് ടോയ്ലറ്റിൽ. അമ്പലത്തിൽ പോകുമ്പോൾ പോലും ഇല്ല കേട്ടോ ഗൈസ്. പുറത്ത് തന്നെ വരണം ടോയ്ലറ്റിൽ പോകണമെങ്കിൽ. നമ്മൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നോക്കുമ്പോൾ പുറത്ത് ഒട്ടും തന്നെ തിരക്കില്ലായിരുന്നു. ബിക്കോസ് എല്ലാവരും തൊഴുത് ഇറങ്ങിയതിന് ശേഷമാണല്ലോ നമ്മൾ തൊഴാൻ കയറിയത് തന്നെ. അവിടെ നിന്ന് തൊഴുത് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഗൈസ്. എന്നാൽ വണ്ടി വീട്ടിലേക്ക് തിരിച്ചത് നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഈ മഴ കണ്ടത് എനിക്ക് എൻ്റെ മധുരക്കാരിയായ ഒരു ഫ്രണ്ടിനെ ഓർമ്മ വന്നു. മധുരയിൽ മഴയെ ഉണ്ടാവാറില്ല എന്നാണ് ആൾ എപ്പോഴും പറയാറ്. ഈ വീഡിയോ കാണുന്ന ജയശ്രീയോട് പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾക്ക് കാല് വെച്ചതും മധുരയിൽ മഴ പെഞ്ചിരിച്ചു പാത്തിയാ. എന്റെ വീഡിയോ നീ പാത്തിട്ടിരിക്കണ കണ്ടിപ്പാ കമന്റ് പണ്ണ്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കൊയ്യാക്ക ചിലരുടെ പേരൊക്കെ കണ്ടു കേട്ടോ. കൊയ്യാക്ക മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഗൈസ്. അവിടെ പഴനി എത്തിയിട്ട് അപ്പോൾ നമ്മൾ പഴനി എത്തിയപ്പോൾ കൊയ്യാക്ക മേടിക്കാൻ വേണ്ടി ഇറങ്ങി. പഴനി വന്നിട്ട് കൊയ്യാക്ക മേടിക്കാൻ എങ്ങനെയാണ്. കൂടെ കുറച്ച് പേരയ്ക്കും മേടിച്ചു കേട്ടോ. പേരയ്ക്ക യൂഷ്വലി എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതാണ്. ബട്ട് ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഉപ്പും മുളകും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റിഫ്രഷ്മെന്റിന് വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ചായ കുടിക്കാൻ. ആളാണെങ്കിൽ ഇപ്പോൾ ചോദ്യമൊന്നുമില്ല. വണ്ടി സ്റ്റോപ്പ് ചെയ്തതും അവൾക്ക് ഇഷ്ടമുള്ള കൂൾ ഡ്രിങ്കും സെലക്ട് ചെയ്തിട്ട് വന്നിരിക്കുക. ഞങ്ങൾ പിന്നെ പണ്ടേ ചായപ്രേമികളായതുകൊണ്ട് നല്ല കടുപ്പത്തിൽ 2 ചായയാണ് കേട്ടോ കുടിച്ചത്. നമ്മൾ പോകുമ്പോൾ പഴനി ടെമ്പിളിന്റെ ബാക്ക് സൈഡിലൂടെയാണെങ്കിൽ തിരിച്ച് ഫ്രണ്ട് വ്യൂ ക്രോസ് ചെയ്തിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോഴാണെങ്കിൽ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മധുരൈ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.